മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉളുപ്പുമ്പോൾ ഞാനും പോകാൻ പോവാണ് ഗൈസ്. ഒരുത്തിതാ അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓള് പോകാൻ വേണ്ടി തിരക്കിലാണ്. നമ്മളും ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. വാതിലൊക്കെ അടിച്ചു കിട്ടും. അപ്പം നമുക്ക് ആദ്യം ഐശ്വര്യച്ചിനിടയ്ക്ക് പോകാം. ഓക്കെ, ഇതിലൊന്നുമില്ല കേട്ടോ. മഴക്കാറുള്ള പോലെയൊക്കെ ഉണ്ട്, പക്ഷെ മഴ പെയ്തിട്ടില്ല. പിന്നെന്താ, നമ്മൾ ഐശ്വര്യച്ചിന് അങ്ങോട്ട് പോവാണ്. ഐശ്വര്യച്ചി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല വൃത്തിയിൽ അടിച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുകയാണ് ഗൈസ്. ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ട് പോകാം, ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നീസ്മേറ്റിനെ പശു പ്രസവിച്ചു. ആൺകുട്ടിയാണ് കേട്ടോ. ക്യൂട്ട് ബേബി. നോക്കൂ, കണ്ടില്ലേ, ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്ന പശുവാണിത്. ജാനകി കുട്ടി. അമ്മേൻ്റെ പേര് ജാനകി. കുട്ടിക്ക് പേരിട്ടില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നല്ല പേരാണെങ്കിൽ ഇടുന്നതാണ് കേട്ടോ. വെയിലൊന്നുമില്ലാത്തൊരു അന്തരീക്ഷമാണ് ഗീസ്. വെയിലില്ലെങ്കിൽ ഐശ്വര്യം ഇങ്ങനെ ആറിയിടുന്നതാണ് ഉണ്ടോ. ഞാൻ ആറിയിട്ടില്ല, ഐശ്വര്യം ഇങ്ങനെ നിരത്തി ആറിയിട്ടിട്ടുണ്ട്. കഞ്ചൊക്കെ പിടിച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങാടി പോകുകയാണ്. ഞാനും ഐശ്വര്യവും ഉണ്ട്. കാണിച്ചതാ എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ അരി മാറ്റാനാണ്. അപ്പം പശുവിനെ ഫോട്ടോ എടുക്കാനാണ്. ഒരു ഹായ് പറയൂ. ഹായ് പറയൂ അമ്മേ. ഫോട്ടോഷൂട്ടിലാണ് ഇവിടെ, കണ്ടില്ലേ. ഐശ്വര്യം പോകുന്നത് സാധനം കാണിച്ചരാ. എൻ്റെ ചെരുപ്പും ഐശ്വര്യ ചെരുപ്പും ഒന്ന് തന്നെ. ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലം, കുഞ്ഞി അമ്പലം. അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറം നോക്കിയാൽ ഫുള്ളും പോയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ നേരം സ്നാപ്പ് ഇടലാണ് പണി. കണ്ടില്ല, സ്നാപ്പ് ഇടുന്ന കാണിച്ചിട്ട് കാണൂല, എനിക്കറിയാം. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്. വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. നമുക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇത് കണ്ടില്ലേ, നല്ലൊരു ബാഗാണ്. നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ബാഗാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അങ്ങാടിയിലേക്ക്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടാണ് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ വെറുപ്പിക്കുന്നില്ല നിങ്ങളെ. ഞങ്ങൾ ഡയറി മിൽക്ക് വാങ്ങാൻ വന്നതാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് അച്ഛന്. എൻ്റെ ഇടയ്ക്ക് വെറുതെ ബുക്ക് നോക്കുന്ന ഒരാൾ വേണ്ടി എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പെട്ടെന്ന് ഞങ്ങൾ മാറ്റി ഇതിലേക്കാക്കി. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തത്. നമ്മൾ തന്നെ ആക്കി. പിന്നെ ഞങ്ങൾ കട്ടപ്പാൽ വാങ്ങാമെന്നാണ് ഈ ഷോപ്പിൽ. ഇതൊന്നും വാങ്ങിയിട്ട് വെറുതെ നോക്കിയതാ. കുറച്ച് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതിൽ നല്ലൊരു കളർ എടുക്കട്ടെ. ഇതൊക്കെ എല്ലാം തപ്പല അവിടെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച്. ഭയങ്കര വെയിലുണ്ട്. ഐശ്വര്യൻ്റെ കാര്യം ഇപ്പോഴും ആ സഞ്ചിണ്ട്. അരി മാറ്റാൻ പോയി അരി തന്നെ വീണ്ടും വാങ്ങി വന്നിട്ടുണ്ട്. സിപ്പപ്പ് വാങ്ങാൻ വന്നാണ്. കടയിൽ നിന്നാണ് സിപ്പ വാങ്ങുന്നത്. വേറില്ല, മരുന്ന് ചോദിക്കും. അപ്പം ഞങ്ങൾ ചൊവ്വാഴ്ചക്കാരനെ കണ്ടു കേട്ടോ. കുറച്ച് കഥയൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ലേസൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഫ്രീ ആയി ചോട്ടോ കയറി വന്നു ഗൈസ്. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ കയറ്റി. അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല, ഈ നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പോകണം. ഇപ്പോഴും ഈ മൊയന്ത് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം എണ്ണ വാങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് അമ്പലത്തിൽ പോകണം. ഞാൻ രാവിലെയും പോയതാക്കാം, വൈകുന്നേരം പോകുന്നുണ്ട്. വന്നാലും അമ്പലത്തിൻ്റെ ഇതിട്ട് കാണിച്ചില്ല ഗൈസ്. പീടിയിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പീടിയിലെത്തിയപ്പോൾ പീടിയിൽ ആളില്ല. ഇപ്പോൾ വരട്ടെ. എണ്ണൻ്റെ പകരം നമ്മൾ വെളിച്ചെണ്ണയാണ് വാങ്ങിയത്. പിന്നെ ഇതാ നിറയെ മിഠായി വാങ്ങിയിട്ടുണ്ട്. ഐശ്വര്യ അമ്പലത്തിൽ പോവാണ്. പ്രാർത്ഥിക്കുകയാണ് ഐശ്വര്യ. അച്ഛൻ്റെ പിറന്നാളായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം നന്ദന വരാൻ വെയിറ്റ് ചെയ്യാണ്. അവൾ വന്നാൽ നമ്മൾ പോകും. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. കണ്ണനും കേട്ടോ. ഇതാണ് നമ്മളുടെ പിറന്നാൾ കുട്ടപ്പൻ. കൊടുക്കുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഐശ്വര്യ ഉണ്ട്, അശ്വതി ഉണ്ട്. നല്ലൊരു പെർഫ്യൂമാണ് കാണാൻ തന്നിരിക്കുന്നത്. നല്ല മണമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. മുഖത്ത് തയ്ക്കാൻ നമുക്ക് കുറച്ച് പെണ്ണുണ്ട്. അമ്മക്ക് ഏതാ ഭയങ്കര ഉപകാരം. വാരി വെക്കാൻ നല്ല അയ്യോ ഫോട്ടോഷൂട്ടായി. ഫുൾ നേരം ഫോണിലാട്ടോ. സ്നാപ്പിടാണ്, ഐഫോണിലാണ് കളി. പിറന്നാളും കുഴിമന്തിയാണ്. എല്ലാം അൽഫാം മതി. അൽഫാമന്തി അൽഫാമന്തിയൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടി പോവാ. ഐശ്വര്യ കണ്ടില്ല, എല്ലായിടത്തും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കഴിച്ചിട്ട് വരാം ഗൈസ്. അഭിനയാണ് കേട്ടോ. നല്ലോണം തിന്നുന്നുണ്ട്. നന്ദന രണ്ടാമത് എടുത്തിട്ടുണ്ട്. വേണ്ട 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 എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നിട്ടോ
ഇതിപ്പോ രണ്ടാമത്താണ്. അങ്ങനെ പറയണേ, താങ്കൾ തിന്നോ? ഇഞ്ചി വേണ്ട. ഇതൊക്കെ ഇഞ്ചേന്ന് വാങ്ങിയതാണ് ഈ കഷ്ണം. എന്നിട്ടിപ്പം മതിന്ന്. വേണ്ടാണ്ട് കേട്ടോ. ഞാൻ തിന്ന് സൈഡായി ാണ് ഫുഡ് കഴിക്കുന്നത്. ഈ സീരിയലാണ് കാണുന്നത്. എല്ലാവരും സീരിയൽ പ്രാന്തത്തിമാരാണ്. ചിഞ്ചുമോന്റെ അച്ഛന്റെ കൃഷിത്തോട്ടത്തിൽ എലിന്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പൊ അയ്യ എലി പെട്ടി വെച്ച്. അപ്പൊ അയ്യ പെട്ടിന് എത്ര എലി ഉണ്ടാവും? അയ്യ മനസ്സിലായില്ല, എത്ര എലി ഉണ്ടാവും? പക്ഷെ അയ്യ എലി ഉണ്ടാവല്ല. അമ്മേന്റെ പേരെന്താ? എന്തൊന്നും കൂടി പറ. ഒരമ്മ പെറ്റ മക്കളെല്ലാം നിർത്തിക്കാൻ എന്തൊക്കെ വിളിച്ചു പറയാ. മക്കളെല്ലാം തൊപ്പിക്കാര്. ഇപ്പൊ പതിരിക്കാം. എനിക്കറിയാം, പെട്ടെന്ന് കിട്ടുന്നില്ല. ആ തെങ്ങ് പ്രസവിച്ചിട്ട് തേങ്ങ പ്രസവിച്ചിട്ടോ? തെങ്ങ് ആ, അടുത്ത നന്ദനത്തിന്റെ. എനിക്കറിയാം. അപ്പൊ കാറ് കിടക്കായി. അപ്പൊ ഓൾക്ക് വെള്ളം കുടിക്കണം. എങ്ങനെ വെള്ളം കുടിക്കും? നല്ല വെള്ളമില്ല മരുഭൂമിയില്. കാറിൽ വെള്ളമില്ല. ഉണ്ടാവും. നമ്മൾ ആട് ജീവിതത്തിൽ കണ്ടില്ലേ, എത്രയോ ദൂരത്തെ ചെറിയ സ്ഥലത്ത് ഒരു വെള്ളം കണ്ടേ, അതുപോലെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടാവും. ഐശുവിന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഗെയിം കളിക്കാൻ വേണ്ടി വിചാരിച്ചു. അപ്പം അത് ഐശ്വര്യ കുറിച്ച് ചോദ്യങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണനുണ്ട് ഇവിടെ. ഞാൻ ഇഷ്ടപ്പെടുന്ന വാർഡ് 17 പറഞ്ഞു. ക്വസ്റ്റ്യൻ ചോദിക്കല്ല. അതാ കാണിക്കോ? പെണ്ണുങ്ങൾ കാണിക്കൂല. എന്ത്? അല്ല, ആണുങ്ങൾ കാണിക്കില്ല, പെണ്ണുങ്ങൾ കാണിക്കോ? പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.